നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, ബൊമ്പായം. ഈ 2026 ഫലത്തെയാണ് പറയാൻ പോകുന്നത്. മീനം രാശിക്കൂറുകാരുടെ ഫലം. പൊരുരുട്ടാതിയുടെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതി 2 നക്ഷത്രം ചേർന്നതാണ് ഒരു രാശി. ധുതിനിധി ധനഭോഗി പണ്ഡിത ചന്ദ്യരാശിയോ നാളധനം, സുഖം, പാണ്ഡിത്യം, അറിവ്, കഴിവ്, എല്ലാ വിജയ നേട്ടങ്ങളും കിട്ടുന്ന രാശിക്കൂറാണ് ഈ മീനം. മീനസ്യ സർവശോഭനോ, നല്ല ഐശ്വര്യമൊക്കെ കിട്ടും. അപ്പോൾ ഈ രാശിക്കാർക്ക് എന്തുകൊണ്ട് ഇത്രയും വലിയ ഗുണം കിട്ടുന്നതെന്ന് പല ആൾക്കാരും ചോദിക്കും. അത് ശുക്രഗ്രഹത്തിൻ്റെ ഉച്ചരാശിയാണെന്ന് പറയും. സൗരജീവിതത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിയാണ് മീനം. അതുകൊണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള ഭാഗ്യങ്ങളും മീനൻ രാശിക്കൂറുകാർക്ക് കിട്ടും. ചെറിയ പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങളൊക്കെ കിട്ടാൻ അതിയായ യോഗവും ഭാഗ്യമൊക്കെ ഉള്ള ഒരു രാശിയാണ് മീനൻ രാശിക്കൂറുകാർക്ക്. ഇപ്പോൾ ഭയങ്കര ഗ്രഹപ്പഴയാണ്. അതുള്ള അയാൾക്ക് എന്തോരോ ഗ്രഹപ്പഴയാണ്. അപ്പോൾ അതേപോലെ ഈ 7 ശനിയുടെ ജന്മശനി എന്ന് പറയുന്നൊരു കുരുക്ക് ഉണ്ട്. ഈ വർഷം നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം 7 ശനി 2028 മാർച്ചിലെ ജന്മശനി എന്ന് പറഞ്ഞ വലിയ കുരുക്ക് മാറിക്കിട്ടും. 7 ശനി വന്നാൽ നാനാരോഗം, പല അസുഖങ്ങളും സുഖത്തിനും സാമ്പത്തികത്തിനും ദാമ്പത്യത്തിനും പുരോഗതിക്കുമൊക്കെ തരും. സാമ്പത്തികത്തെ കോടീശ്വരന്മാരാണെങ്കിൽ പോലും നമ്മളെ പൈസ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവും. ആർക്കെങ്കിലും കൊടുക്കുക, സഹായിക്കുക ചെയ്താലോ, പാർട്ട്ണർഷിപ്പിൽ, ഫ്രണ്ട്ഷിപ്പിൽ, ഓണർഷിപ്പിലൊക്കെ ഉള്ള ബിസിനസ്സുകളൊക്കെ നഷ്ടപ്പെട്ടൊരു മുതലാളിയായിട്ടിരുന്നാലും തൊഴിലാളിയെപ്പോലെ ആയിപ്പോകുന്ന അവസ്ഥകളും, കഷ്ടനഷ്ടങ്ങളും, പോലീസ് കേസുകളും, അപവാദങ്ങളും, ചെയ്യാത്ത കുറ്റത്തിന് പ്രതിസന്ധികളും, പണം തോനെ ഉണ്ടെങ്കിൽ ഇടി കൊണ്ടുപോവുകയും ഇൻകം ടാക്സുകാർ വരികയും റെയ്ഡിന് വരികയും, കുറച്ചുണ്ടെങ്കിൽ അത് ബാങ്കുകാർ ജപ്തിക്ക് വരികയൊക്കെ ചെയ്യുന്ന തരത്തിൽ സാമ്പത്തികവും കയ്യിരിക്കുന്ന രാജ്യവും ഭരണവും അധികാരവും ചെങ്കോലും ഒക്കെ നഷ്ടപ്പെട്ട് രാമലക്ഷ്മണന്മാർ വനത്തിൽ കയറിയ സമയമാണ്. അതുകൊണ്ട് നാനാരോഗം, പല അസുഖങ്ങൾ, സുഖത്തിന്, സാമ്പത്തികം, ദാമ്പത്യം, ഭാര്യ ഭർത്തൃ കുടുംബ ബന്ധമൊക്കെ അകന്നു പോണ സമയമാണ്. അതുകൊണ്ട് ഭാര്യ പറയുന്നത് ഭർത്താവും കേൾക്കണം, ഭർത്താവ് പറയുന്നത് ഭാര്യയും കേൾക്കണം. നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര വിഷമതകളും വാശി വിരോധങ്ങളും തോന്നുന്ന സമയം. ശുദ്ധം ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നത് പോലെ ഉള്ള പ്രവൃത്തികൾ ചെയ്യുന്ന സമയമാണ്. സ്ഥാനമാനം, നമുക്ക് കിട്ടേണ്ട അവാർഡുകൾ, അവസരങ്ങൾ, അംഗീകാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, പ്രൊമോഷൻ, സാലറി, പ്രോഫിറ്റ്, കമ്മീഷൻ എന്ന് വേണ്ട ടാർഗറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പങ്കം വരുന്ന സമയം. ഫ്രംശം വീട് സ്ഥലവും വിറ്റുകൊണ്ട് പോകുന്ന സമയം. ഒരു അധികാരിയാണെങ്കിൽ അയാൾ ചെയ്തത് അത്രയും തെറ്റെന്ന് പറയുന്ന സമയം. ഒരു ഡോക്ടറാണെങ്കിൽ രോഗി ചത്തത് അയാളുടെ ശ്രദ്ധ കുറവാണെന്ന് പറയും. ഒരു പോലീസുകാരനാണെങ്കിൽ അയാൾ അങ്ങനെ അക്രമം കാണിച്ചത് കൊണ്ടാണ് പ്രതി മരിച്ചു കളഞ്ഞതെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയെ തന്നെ ഒരു അധ്യാപകൻ വഴക്ക് പറഞ്ഞാൽ കൊച്ചു വേറെന്തെങ്കിലും കാര്യം കൊണ്ട് കലവിച്ചു പോവുകയും മരിച്ചു കളഞ്ഞാൽ സാറിൻ്റെ ജോലിയും പോകും. അങ്ങനെ സാറന്മാരായിരുന്നാലും ശിഷ്യന്മാരായിരുന്നാലും ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും അധികാരികളായിരുന്നാലും ഈ സമയത്ത് ഭയങ്കര കുരുക്ക് പിടിച്ച് ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ തന്നെ കുഴപ്പക്കാരനെന്ന് കണ്ടെത്തി ജയിലിൽ വരെ പോണ സമയമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുന്നത് ഒരു കണക്കൊക്കെ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സൂക്ഷിച്ചാലും നമ്മൾ ആര് പേരിന് വേണമെങ്കിലൊന്ന് കേസ് കൊടുക്കാം, കേസെടുക്കാം. അവിടെ വകഭേദങ്ങളൊന്നുമില്ല. ഒരു അധികാരിയാണെങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിലും ഒരു വക്കീലാണെങ്കിലും ഒരു ജഡ്ജിൻ്റെ പേരിൽ പോലും ചിലപ്പോൾ കേസ് കൊടുക്കാൻ തയ്യാറാകുന്ന സമയം. അപ്പോൾ അത് വലിയ സൂക്ഷിച്ചില്ലെങ്കിലും നമുക്ക് കുരുക്കുകൾ വരും. സൂക്ഷിച്ചാലും കുരുക്കുകയില്ല. കാരണം നമ്മൾ ചെയ്യാത്ത കുറ്റം ചെയ്തെന്ന് ഒരാൾ ആരോപിച്ചാൽ അത് കേസല്ലേ, വഴക്കല്ലേ, അപവാദമല്ലേ. അതുകൊണ്ട് ഇതിനൊക്കെ മരിക്കാൻ നിൽക്കുന്നത് പരിഹാരമല്ല. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങാതെ നിന്ന് നമ്മളാ നിരപരാധിത്വം തെളിയുന്നത് വരെ നമ്മൾ കുറ്റവാളിയാണെന്ന് ആരും ആരോപിക്കാതിരിക്കാനെങ്കിലും നമ്മൾ ക്ഷമയോടുകൂടി ഭഗവാനെ ഭജിച്ച് ജീവിച്ചാലേ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. ഒരാൾ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് തീരുമാനിക്കുന്നത് കേസിൽ പ്രതിയാകുമ്പോഴല്ല, കോടതി തീരുമാനിക്കുമ്പോഴാണ്. അതിനൊക്കെ പ്രത്യേകം നിയമ സംവിധാനങ്ങളിലൂടെ ഉണ്ട്.
അപ്പം അങ്ങനെ നമുക്ക് ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ മരുന്ന് കൊണ്ടും മന്ത്രം കൊണ്ടും ചെയ്തോളും. മൃത്യുഞ്ജോമം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, ശത്രുന്മാരുടെ പൂജയൊക്കെ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, വേഴൻ 4-ലും 5-ലും ആയിട്ടാണ് ഈ വർഷം ആദ്യവും മധ്യകാലമൊക്കെ സഞ്ചരിക്കും. അവസാന കാലം ആകുമ്പോഴത്തേക്ക് ആ 10-ാം മാസം മുതൽ 1-ാം മാസം വരെ, 2027 1-ാം മാസം വരെ വേഴൻ നമുക്ക് മീനൻ രാശിക്കാർക്ക് ഇപ്പം വേഴൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ 4-ലാണ്, 5-ൽ നിന്ന് പിന്നെ 6-ലോട്ടൊക്കെ വരും. അങ്ങനെയാണ് കഥ. അപ്പോൾ ഈ വേഴൻ 4-ന് നിൽക്കുമ്പോൾ ക്ഷേത്രങ്കോ ശയനാസനാന് സുഖം വിത്തേശാമി ലാഭോ ഭാവേ, വീടും വസ്തുവും കെട്ടിടവും വാഹനവും പ്രവൃത്തിയൊക്കെ ഉണ്ട്. 5 നിൽക്കുമ്പോൾ പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യം പ്രതിബോധയേശ മനസന്തുഷ്ടിച്ച പുണ്യോദയ, സന്താനലാഭം, ആരോഗ്യം, ബുദ്ധി, മനസ്സിന് നല്ല സുഖം, സന്തോഷം. നിങ്ങൾ ചെയ്തത് പാവമെന്ന് പറഞ്ഞാലും പുണ്യമാണ് ചെയ്തതെന്ന് എല്ലാവരും തിരിച്ചു പറയും. നിങ്ങൾ ആക്ഷേപിച്ചതും അപമാനിച്ചവരും ക്ഷമയോടും മാപ്പോടുകൂടിയും നമ്മളോട് സഹായിക്കാനുള്ള മനസ്സ് കാണിക്കും. കുറ്റവാളി എന്ന് പറഞ്ഞുകൊണ്ട് നിരപരാധിയാണെന്ന് പറയും. അങ്ങനെ നമ്മളോട് എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതി വരാനും മനസ്സിന് സന്തോഷവും പുണ്യം ഇതൊക്കെ കിട്ടാനും യോഗമാണ്. 6-ൽ വേഴൻ നിൽക്കുമ്പോൾ സൗമ്യത ശത്രുക്ഷയോ ദോഷാണാഭാവക, ശത്രുക്കൾ കുറയും, നമുക്ക് ആരോഗ്യവും ഐശ്വര്യമൊക്കെ കിട്ടും. അപ്പം നമുക്ക് വിരോധം തോന്നരുത്. നമ്മളോടുള്ളവരുടെ വിരോധം നമുക്ക് മാറി കിട്ടുമ്പോൾ നമുക്ക് അവരോട് വിരോധം തോന്നാൻ പാടില്ല. കാരണം വീണ്ടും ഒരു കലഹത്തിനോ വിരോധത്തിനോ പോകണ്ട, നമ്മളൊതുക്കി ജീവിക്കാൻ ശ്രമിക്കും. 7-ന്റെ ശനി സമയത്ത് രാജ്യവും ഭരണമൊക്കെ നഷ്ടപ്പെടുന്നതിൽ ഒരുപാട് സാമ്പത്തിക കുരുക്കുകൾ, കൃഷി, നാൽക്കാലി, വ്യാപാരം, പ്രവൃത്തി, ഉദ്യോഗം, അധികാരം, പദവി, പ്രതാപം, ഇതിനൊക്കെ തന്നെ ശൂന്യത വരുന്ന സമയം. അതുകൊണ്ട് നമ്മൾ ഗണപതി പൂജയും ഭഗവതി പൂജ, മൃത്യുഞ്ജോമം, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജ ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യണം. ഇതിനൊക്കെ നമുക്കിപ്പോൾ ചുമ്മാ ആരും ചെയ്തു തരില്ല. നിങ്ങൾ സാധനം വാങ്ങിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായ ചിലവുകളും ഉണ്ട്. ചുമ്മാ ഒരു കർമ്മിമാർ പൈസ വാങ്ങിക്കുന്നതല്ല. ഒരു പൂജ ചെയ്യുമ്പോൾ അതിനോട്ട് പൂജാദ്രവ്യങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള പൈസ കൊടുക്കണം. കർമ്മിക്കും പരികർമ്മിക്കും ദക്ഷിണ കൊടുക്കണം. അപ്പോൾ ഓരോ പൂജയ്ക്കും ഓരോ കർമ്മീരെയും ഓരോ പരികർമ്മീരെയും ജോലിയുണ്ട്. അതിനുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ട് നമ്മളെ കുടുംബക്ഷേത്രത്തിലും ഗ്രാമക്ഷേത്രത്തിലും ഒക്കെ വഴിപാടുകളും ദർശനങ്ങളും പൂജകളൊക്കെ നടത്തണം. കാലഭൈരവ സ്വാമിയെ കാണുന്ന നല്ലതായിരിക്കും. ഈ ശനിദോഷങ്ങൾ, മൃത്യുദോഷങ്ങൾ, എല്ലാ വിനകളും മാറിക്കിട്ടും. അങ്ങനെയാണ്. കാരണം എന്തെല്ലാം ദോഷങ്ങളുണ്ടെങ്കിലും മാറിക്കിട്ടും. അമാവാസി ദിവസം കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രനട തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജോമം, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണിക്ക് പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, തേന്, കരിക്ക് ഇങ്ങനെയൊക്കെയുള്ള വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകമുണ്ട്. പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ആരതി, ഇങ്ങനെയുള്ള വലിയ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ കാലഭൈരവന് ചെയ്യുന്ന വലിയ വലിയ പൂജകളൊക്കെ കൂടെയുമുണ്ട്. അതിന് ശിവൻ്റെ സഹസ്രനാമത്തിൽ പറയുന്ന 1000 നാമങ്ങൾ, അഷ്ടഭൈരവന്മാരുടെ ചൈതന്യങ്ങൾ, 64 കലകൾ, താന്ത്രികം, മാന്ത്രികം, കൗളവാചാരത്തിൽ പെടുന്ന പൂജകൾ എല്ലാം നടത്തിപ്പോരുന്ന അമ്പലമാണ്. അപ്പോൾ കാലഭൈരവ സ്വാമിയെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുകയും അവിടെ പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ജാതകം പരിശോധിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ സെൻഡ് ചെയ്ത് തരണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അയച്ചാൽ മതി. നിങ്ങൾക്ക് കാലഭൈരവ സ്വാമിയുടെയും അതേപോലെ പത്മനാഭസ്വാമിയുടെയൊക്കെ അനുഗ്രഹങ്ങളും സഹായങ്ങളും എല്ലാ ഗുണങ്ങളും കിട്ടി. എല്ലാ ദേവീദേവന്മാരും നിങ്ങളെ സഹായിച്ച് നിങ്ങൾക്കും കുടുംബത്തിനും സന്തതിക്കും സമ്പത്തിനും പ്രവർത്തനത്തിനും സ്ഥാനമാനങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.